ആർഷോയെ അടിച്ച് റൊട്ടിയാക്കിയിട്ട് അന്തംഗമ്മികൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? മനോരമ ചാനൽ പാലക്കാട് ചെറിയ കോട്ട മൈതാനത്ത് നടത്തിയ വോട്ട് കവല പരിപാടിയിൽ പാനലിസ്റ്റായി എത്തിയ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PM ആർഷോയെ ചർച്ചയ്ക്കിടെ BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പരസ്യമായി പഞ്ഞിക്കിട്ടിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിടുന്നു. പടക്കം പൊട്ടുന്നത് പോലെയാണ് അന്ന് അടി വീണത്. പോലീസ് ഇടപെട്ട് പിടിച്ചു മാറ്റിയതിനാൽ ആർഷോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയാം. തങ്ങളുടെ യുവനേതാവിനെ ഇതുപോലെ അടിച്ച് റൊട്ടിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇടതു നേതാക്കൾ ഒരക്ഷരം പോലും ഇതുവരെ പ്രതികരിക്കാത്തത്? യാതൊരു പോലീസ് നടപടിക്കും മുതിരാത്തത്? ഇവർ രണ്ടെണ്ണം കിട്ടേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് BJPക്കാരായിട്ട് ചെയ്തു എന്ന് കരുതുന്നത് കൊണ്ടാകുമോ, അതോ CJP സഖ്യത്തിൻ്റെ അന്തർധാര കൊണ്ടാകുമോ? രാഷ്ട്രീയ നിരീക്ഷകൻ CM രാജേന്ദ്രൻ്റെ പ്രതികരണം കേൾക്കുക. നമ്മുടെ പാലക്കാട് നമ്മുടെ ആർഷോനെ, അതായത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോനെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഏതാണ്ട് തല്ലിയ കൂറക്കിട്ടു എന്നാണ് പറഞ്ഞു കേട്ടത്. അതായത് പത്രങ്ങളിലും TV ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ മാന്യമായ ഇടി ആർഷോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ സഖാക്കളുടെയും പോലീസുകാരുടെയും ധൈര്യത്തിന്മേലാണ് ആർഷോ കയറി വല്ലാതെ സംസാരിച്ചത്. സത്യത്തിൽ അവിടെ പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആർഷോന്റെ തനി സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങോട്ട് പ്രശാന്ത് ശിവനോട് നെഞ്ഞത്ത് കയറിയതാണ്. കാര്യം നീ നിന്റെ BJP ഓഫീസിൽ പോയിട്ട് എടുത്താൽ മതി, ഇവിടെ എടുക്കേണ്ടതിൻ്റെ ഗുണ്ടായസ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഗുണ്ടായസ് എടുക്കുന്ന ആൾക്കാർ ഇവരാണ്. ഗുണ്ടകളാണ് CPM എന്ന് പറയുന്നു, സഖാക്കൾ എന്ന് പറയുന്നു, SFI എന്ന് പറയുന്നതും. അവനാണ് മറ്റേ പ്രശാന്ത് ശിവന്റെ അടുത്ത് പറയുന്നത് നീ ഗുണ്ടായസം എടുക്കേണ്ടതെന്ന്. പ്രശാന്ത് ശിവനെ കുറിച്ച് ഞാനൊരു ഗുണ്ടയായിട്ട് ഞാൻ കേട്ടിട്ടില്ലെന്ന് വരെ. ഞാനൊരു BJPക്കാരനൊന്നല്ല, ഒരിക്കലും BJP അനുകൂലിക്കുന്ന ആളുമല്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ എന്തായാലും അത് ആർഷോ എരന്ന് മേടിച്ചതാണ്. മാത്രമല്ല ഇത് അനിവാര്യമായിരുന്നു. ഇത് പല സ്ഥലത്തും അനിവാര്യമാണ്. കാരണം എവിടെ ചെന്നാലും, ചർച്ചയ്ക്ക് ചെന്നാലും, TV ചാനലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ഷൻ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള പടക്കളം പോലുള്ള പരിപാടികളാണെങ്കിലും, ഇതുപോലെ ഇലക്ഷൻ സമയത്ത് നടത്തുന്ന ഈ ചാനലുകാർ നടത്തുന്ന പരിപാടികളാണെങ്കിലും എവിടെ ചെന്നാലും സഖാക്കൾക്ക് ഗുണ്ടായുസാണ്. ഗുണ്ടായുസിൽ കൂടിയിട്ടാണ് അവർ പിടിച്ചു നിൽക്കുക. പലപ്പോഴും മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അനിൽകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലാണ് പങ്കെടുത്തത്, ഗോപാലകൃഷ്ണൻ BJPയുടെ. ആ സമയത്ത് അനിൽകുമാർ ഇറങ്ങിപ്പോകാൻ നോക്കി നമ്മൾ കണ്ടതാണല്ലോ. കാരണം അവർക്ക് മറുപടി അപ്പം ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ തെറി വിളിക്കും. അതാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കാറ്. ഇപ്പം ചാനൽ ചർച്ചകളിൽ തന്നെ അവതാരകരൊക്കെ എന്തോരം മാത്രം അവർ ആക്ഷേപിക്കാറുണ്ട്, എന്ന് മാത്രം ചീത്ത വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സഹ പാനലിസ്റ്റുകളെ എന്തൊക്കെ പറയാറുണ്ട്. എന്തൊക്കെ വിഡ്ഢിത്തരമാണെങ്കിലും, വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നുണ്ടെങ്കിലും, എന്തൊക്കെ അസഭ്യം ഇതല്ല, എന്തൊക്കെ അറിവില്ലായ്മ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും, പലപ്പോഴും ആഭാസനാവുന്നുണ്ടെങ്കിലും കുറച്ചും കൂടിയും ഭേദമായ ജെയ്സി തോമസ് ആണ്. ഈ സഖാക്കളുടെ ഇടയിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അല്പം ചർച്ചയുടെ മാന്യത കാണിക്കുന്ന ഒരേ ഒരു സഖാവേ ഉള്ളൂ, അത് ജെയ്സി തോമസ് ആണ്. അദ്ദേഹം മറ്റ് സഹപാലിസ്റ്റുകൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഊഴം വരുമ്പോൾ അദ്ദേഹം ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടൊക്കെ വിലക്ക് ചോദിച്ച ആളല്ലേ, തിരുവനന്തപുരം എയർപോർട്ട് വിലക്ക് ചോദിച്ച ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് പറയും. എങ്കിൽ പോലും സഹപാനലിസ്റ്റുകളോട് ഒരല്പം മാന്യമായി പെരുമാറുന്ന ഒരാൾ ഈ ജെയ്സി തോമസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗുണ്ടകളാണ്, എല്ലാവരും ഗുണ്ടകൾ. അനിൽകുമാർ ആയിക്കോട്ടെ, അരുൺകുമാർ ആയിക്കോട്ടെ, വസീഫ് ആയിക്കോട്ടെ, ഈ പറയുന്ന ആർഷോ ആയിക്കോട്ടെ, സനോജ ആയിക്കോട്ടെ, ആര് വന്നാലും അവർ ഗുണ്ടകളാണ് അവർക്ക് ഗുണ്ടായിസം മാത്രമേ പറയാനറിയുള്ളൂ, ചെയ്യാനറിയുള്ളൂ. ആ ഗുണ്ടകളാണ് പ്രശാന്ത് ശിവന്റെ അടുത്ത് നിങ്ങൾ ഗുണ്ടായിസം കാണിക്കരുതെന്ന്, ഗുണ്ടായിസം കാണിക്കണമെങ്കിൽ BJP ഓഫീസിൽ പോയി കാണിക്കണം, നിന്റെ ഗുണ്ടായിസം എടുക്കാനുള്ള സ്ഥലമല്ല ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കവാലക്കുറ്റിക്ക് നോക്കി അടിച്ചെന്ന് പറഞ്ഞ ഒരു തെറ്റും അതിലില്ല. അങ്ങനെ 4 സ്ഥലത്തുനിന്ന് കിട്ടിയാലേ ഇവന്മാരെ ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കുള്ളൂ. ഈ പറയുന്ന ഗുണ്ടായുസത്തെ കുറിച്ച് പറയുന്ന ആർഷോ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാലോ. ഒരു പെൺകുട്ടിയോട് പറഞ്ഞില്ലേ, എടി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ആളാണ് ഈ ആർഷോ. അതുപോലെ തന്നെ പോലീസുകാരെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചവരാണ് ഈ ആർഷോ. ഈ സ്കൂളുകളിലും കോളേജുകളിലും കയറിയിട്ട് അസഭ്യം അനാവശ്യം പറയുന്നവരാണ് ഈ ആർഷോ. ആ ആർഷോ ആണ് പ്രശാന്ത് ശിവന്റെ അടുത്ത് അവനെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്. പ്രശാന്ത് ശിവൻ ശരിക്കും അങ്ങോട്ട് മര്യാദ പഠിപ്പിച്ചു വിട്ടു. എല്ലാ കാലത്തും എല്ലാവരും പറ്റിച്ച് നടക്കാൻ പറ്റില്ല, എല്ലാ കാലത്തും എല്ലാവരും തെറി പറയാനും പറ്റില്ല. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, ഇതുപോലെ ഈ ആർഷോ അടി മേടിച്ചിട്ട് ഇനി സഖാക്കൾ പല സ്ഥലത്തുനിന്നും മേടിക്കും ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ. കാരണം ഒരുത്തം കൈ വെച്ചാൽ മതി, ബാക്കി വെച്ചോളും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതല്ല. ഇത്രയും വലിയൊരു വിഷയം, അതായത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും
CPM-ന്റെ എന്താ പറയുക, അവരുടെ ഒരു അറിയപ്പെടുന്ന നേതാവും വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളാണ് ഈ ആർഷോ എന്ന് പറയുന്നത്. ഈ ആർഷോനെ പട്ടീനെ തള്ളണ പോലിട്ട് തല്ലി കൂട്ടി അവിടെ ഇട്ടത്. ഒരു സഖാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എതിർപക്ഷത്ത് BJP-കാരാ, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവര് പടവാളെടുത്ത് ഇറങ്ങിയാണത്. അപ്പുറത്ത് BJP-കാരായ കാരണം തല്ല് കൊള്ളാനേ പറ്റുള്ളൂ. അസലായിട്ട് കിട്ടിയെന്നുള്ള ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, കിട്ടോ കിട്ടാതിരിക്കോ എന്തോ ആവട്ടെ, ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഈ ആർഷോനെ പ്രശാന്ത് ശിവൻ പട്ടിയെ പോലെ തല്ലിയിട്ട് ഇവിടുത്തെ സഖാക്കൾ ഒരാൾ പോലും ഇത് അറിഞ്ഞില്ല. ഒരാൾ പോലും. പിണറായി വിജയൻ അറിഞ്ഞില്ല, ഗോവിന്ദൻ അറിഞ്ഞില്ല, MA ബേബി അറിഞ്ഞില്ല, നമ്മുടെ എന്തിനും തുള്ളുന്ന നമ്മുടെ വിജയരാഘവൻ അറിഞ്ഞില്ല. ഒരാൾ പോലും ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം എന്താണ്? അടി കിട്ടിയത് ആർഷോനും, കൊടുത്തത് BJP-കാരനാ, കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇന്ന് കേരളം കത്തിച്ചതില്ലേ ഇവര്, കേരളം കത്തിച്ചാനെ. ഒരക്ഷരം മിണ്ടാൻ ഈ പൊതുരംഗത്ത് അല്ലെങ്കിൽ വേണ്ട ഈ നാട്ടില് ജനങ്ങളെ കാണിക്കാനെങ്കിലും ഒരു പ്രതിഷേധം ഈ DYFIയുടെ ഭാഗത്തുനിന്നോ SFIയുടെ ഭാഗത്തുനിന്നോ CPM-ന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായോ? താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രതിഷേധം ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഇവർ പബ്ലിക്കായിട്ട് നടത്തിയോ? സോഷ്യൽ മീഡിയയിൽ 1-2-3 ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതല്ലാതെ, 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ 5-6 പോസ്റ്റുകൾ ഇട്ടു എന്നല്ലാതെ പരസ്യമായിട്ടൊരു പ്രതിഷേധത്തിന് ഇവർ ആരെങ്കിലും തയ്യാറായോ? ഒരു സഖാവ് തയ്യാറായോ? ഇവർക്കൊക്കെ പോയി ചത്തൂടെ? ഇനിയെങ്കിലും ഈ പാവപ്പെട്ട സഖാക്കൾ മനസ്സിലാക്കണ്ടേ BJP-യും CPM-യും തമ്മിലുള്ള അന്തർധാര എന്താണെന്നുള്ള കാര്യം. BJP-കാർ കൊന്നാൽ പോലും കേസ് എടുക്കില്ലെന്നേ, പിണറായി വിജയൻ സമ്മതിക്കില്ലെന്നേ. ഇതുപോലെ ഒരു SFIയുടെ നേതാവിനെ, ഒരു സമുന്നതനായ നേതാവിനെ പട്ടിയെ തള്ള പോലെ പരസ്യമായിട്ട് തല്ലിയിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയാത്ത DYFI CPM-ഉം മനസ്സിലാക്കേണ്ടത്, ഒരു അണികൾ മനസ്സിലാക്കേണ്ടത്, സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ ഗുണ്ടകൾ മനസ്സിലാക്കേണ്ടത്, ഇനിയെങ്കിലും നിങ്ങൾ ഈ പിണറായി വിജയനും CPM-നും ഇരട്ടത്താപ്പം മനസ്സിലാക്കണം. ഒരു സഖാവിൻ്റെ നേതാവിനെ തല്ലിയിട്ട് ഒരു പ്രതിഷേധം നടത്താനായിട്ട് ഈ CPM-കാർ തയ്യാറല്ലെങ്കിൽ സാധാരണക്കാരായ സഖാവിന് BJP-കാരെന്ന് അടി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പോലീസ് കേസെടുക്കുമോ? ഒരു പ്രതിഷേധം നടത്തുമോ? ഇവർ പ്രതികരിക്കുമോ? ഒരു ചുക്കും ചെയ്യില്ല. കാരണം BJP എന്ന് കേട്ടാൽ മൂത്രമൊഴിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. സത്യമായിട്ട് പരസ്യമായി മൂത്രമൊഴിക്കും മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയും ഈ പറയുന്ന എന്താ പറയുക, ഏത് അമേരിക്കയിലൊരു വിഷയം ഉണ്ടായാലോ, വിയറ്റ്നാമിലൊരു വിഷയം ഉണ്ടായാലോ, കൊറിയയിലൊരു വിഷയം ഉണ്ടായാലോ ആധികാരികമായിട്ട് പ്രതികരിക്കുന്ന നമ്മുടെ ഗോവിന്ദ മാഷ എവിടെ? ഒരു സഖാവിന് തല്ല് കിട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാൻ ആ സഖാക്കൾക്ക് കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു സഖാവിന് കഴിഞ്ഞോ? ഒരു പബ്ലിക്കായിട്ട് ഒരു പ്രോഗ്രാം, ഒരു പ്രതിഷേധം നടത്താൻ കഴിഞ്ഞോ? അവർക്ക് ആകെ കഴിഞ്ഞത് എന്താ? സോഷ്യൽ മീഡിയയിൽ 4 പോസ്റ്റ് ഇടാൻ പറ്റി. അത് ഏത് കൊച്ചു കുട്ടികൾക്കും കഴിയില്ലേ? 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനായിട്ട്. അല്ലാതെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം നടത്താൻ, BJP-ക്കെതിരെ നടത്താൻ ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാ? ഞാൻ വെല്ലുവിളിക്കും. ചങ്കൂറ്റമുണ്ടോ DYFI-കാരാ? ചങ്കൂറ്റമുണ്ടോ SFI-കാരാ? BJP-ക്കെതിരെ, പ്രശാന്ത് ശിവനെതിരെ, BJP-ക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം കേരളത്തിൽ കൂടെ നടത്താനായിട്ട് നട്ടലുണ്ടോ? ഉണ്ടാവില്ല. കാരണം അതിന് അനുമതി കൊടുക്കില്ല പിണറായി വിജയൻ. BJP-ക്കെതിരെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് നിരവധി കേസുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഉണ്ടായിട്ട് പിണറായി വിജയൻ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല, ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. പിന്നെയാണോ ഇടി കിട്ടി കഴിഞ്ഞാൽ? ഇവിടെ ഞാൻ പറയട്ടെ, സഖാക്കൾക്ക് ഇനി ഇടി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. സകല BJP-കാരും ഇനി ഇട്ട് മേയും. ഇതൊരു തുടക്കമാണ്. പ്രശാന്ത് ശിവൻ അതിനെ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പ്രശാന്ത് ശിവനെ അഭിനന്ദിക്കുകയാണ്. എനിക്ക് BJP-യുടെ ഒരുപാട് വിയോജിപ്പുകളുള്ള ആളാണ്. BJP-യുടെ ഒരു നയത്തോട് യോജിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. BJP-യുടെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ആർഷോന് അത് അർഹതപ്പെട്ട് തന്നെയാണ്. ആർഷോന് മാത്രമല്ല, കുറേ ആളുകൾക്ക് ഇതുപോലെ അർഹതപ്പെട്ടതുണ്ട്. അതൊക്കെ BJP-കാർ കാണിച്ചു കൊടുത്താൽ കോൺഗ്രസ്സുകാരെങ്കിലും പഠിക്കും. ഇപ്പൊ കോൺഗ്രസ്സുകാരെന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഈ സഖാക്കളെ കൊണ്ട്, ഈ DYFI കൊണ്ട്, ഈ CPM-നെ കൊണ്ട്, SFI-കാരെ കൊണ്ട് എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. കത്തിച്ച് കളില്ലേ ഒരു കേരളം? BJP-കാരായപ്പോ ഉടുതുണിയിൽ മുള്ളിയിട്ട് നടക്കില്ലേ സഖാക്കള്? ഉടുത്ത തുണിയിൽ മുള്ളിയിട്ട് നടക്കാൻ മിണ്ടാൻ ധൈര്യമില്ല, ആംബിയറില്ല. ഈ സാധാരണ അണികള്, സഖാക്കള് ഒന്നും മനസ്സിലാക്കണം. നിങ്ങളൊക്കെ വിറ്റ് കാശ് മേടിച്ച് പോക്കറ്റിൽ വെച്ചേക്കാണ് പിണറായി വിജയൻ. BJP-ക്ക് വിറ്റ് കാശ് മേടിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒറ്റ വിഷയം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത് കോൺഗ്രസ്സുകാരെ ചെയ്തേക്കാൻ നിങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമോ? ഈ സഖാക്കള് ഇറങ്ങില്ലേ രംഗത്തേക്ക്? വടിയും വാളും എടുത്ത് ഇറങ്ങില്ലേ ഈ കോൺഗ്രസ്സുകാരൻ നെഞ്ഞത്ത് കയറാനായിട്ട്?
ഏതോ ഒരാൾ എവിടെയോ ഒരു പോസ്റ്റർ കീഴി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വെല്ലുവിളിച്ച് തെരുവിലിറങ്ങിയ ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ഒരു സഖാവിനെ ഒരു മൂത്ത സഖാവിനെ അടിച്ച് പഞ്ഞിക്കിട്ടിട്ട് തല്ലി തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല പൂട്ടിക്കെട്ടി പോകണമെന്നേ നിങ്ങളൊക്കെ. ഈ പാർട്ടീനല്ല, നിങ്ങളാണ് ഈ പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ടത്. ഈ പാർട്ടിക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ കമ്മ്യൂണിസം നഷ്ടപ്പെടും കേരളത്തിൽ, ഒരു സംശയവും വേണ്ട. ചിലപ്പോൾ ഒരു പക്ഷേ BJPയുടെ സഹായം കൊണ്ട് അടുത്ത തവണയും കൂടി ഭരണം കിട്ടുമായിരിക്കും. ഇല്ല ഞാൻ പറയണില്ല. BJPയുടെ സഹായം കൊണ്ട്, അല്ലാതെ CPM-നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, BJPയുടെ സഹായം കൊണ്ട് ഇനി ഒരു തവണയും കൂടി നിങ്ങൾക്ക് ഭരണം കിട്ടുമായിരിക്കും. പക്ഷേ ഇതോടുകൂടി CPM അവസാനിച്ചു. കാരണം CPM-നെ വിറ്റ് പോക്കറ്റിൽ കാശ് വാങ്ങിയിട്ടു പിണറായി വിജയൻ. 2037 ആകുമ്പോഴേക്കും കേരളം BJPക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2036 ആകുമ്പോൾ BJP കേരളം ഭരിക്കും, ഒരു സംശയവും വേണ്ട. അതിനെല്ലാ വഴികളും ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധം വെച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ പറയുക, അടിമകളാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. സഖാക്കൾ എന്ന് പറഞ്ഞാൽ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് അടിമകളാണ് എങ്കിൽ പോലും നിങ്ങൾ തിരിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ വിഷയത്തിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ ആശോധന ചെയ്തത് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ ചിന്തിക്കണം. BJP ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഒരു മണ്ഡലം കമ്മിറ്റി പോലും ഒരു പ്രകടനം നടത്തുകയോ ഒരു പ്രതിഷേധം നടത്തുകയോ ചെയ്തില്ലല്ലോ? അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം സഖാക്കളെ? നിങ്ങൾ മനസ്സിലാക്കണം CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള അന്തർധാര എന്താണെന്നുള്ള കാര്യം. എന്നിട്ട് വർഗീയതനെ കുറിച്ച് അങ്ങോട്ട് പറയുന്ന കേട്ട BJP-ക്ക് എതിരിടാൻ ഞങ്ങളേ ഉള്ളൂ, BJP-യെ നേരിടാൻ ഞങ്ങളേ ഉള്ളൂ, BJP-ക്ക് പേടി ഞങ്ങളാണ്, BJP ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ BJP വളരാത്തത് എന്ന് പറയുന്ന സഖാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആത്മഹത്യ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല മരുന്ന്. കാരണം ഇത്രയും നല്ല അടി മേടിക്കുന്നേക്കാൾ നല്ലത് പോയിട്ട് അവസാനിപ്പിക്കുക, ഈ പരിപാടി അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ നട്ടല് നിവൃത്തി നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കി എന്തുകൊണ്ട് BJP-ക്കെതിരെ പ്രകടനം നടത്തിയില്ല, ഒരു പ്രതിഷേധം നടത്തിയില്ല ചോദിക്കണം. ചോദിക്കാനില്ലാത്ത ആംബിയർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചോളണം. ഇതുപോലത്തെ പ്രശാന്ത് ശിവന്മാർ ഇനിയും കേരളത്തിൽ ഇഷ്ടം പോലെ വരും. സഖാക്കൾക്ക് തല്ലി ഇനിയും കൊള്ളും. ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചത് എല്ലാവരും കാട്ടിൽ ഒളിച്ചില്ലേ? BJP അധികാരത്തിൽ വന്നപ്പോൾ സഖാക്കൾ ഒളിച്ചത് കാട്ടില്ല. ഇതുപോലെ തന്നെ ബംഗാൾ റെയിൽവേ സ്റ്റേഷനിൽ പോലും ചുവന്ന കൊടി കാണില്ലല്ലോ. ഇപ്പോൾ ആ സ്ഥിതി കേരളത്തിലേക്ക് എത്തിക്കാൻ പിണറായി വിജയൻ എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഇവിടുത്തെ സഖാക്കൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് സഖാക്കന്മാരോട് യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ല, കമ്മ്യൂണിസ്റ്റോടുമില്ല. ഞാനൊരു BJP-കാരനുമല്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നിങ്ങളുടെ അന്ത്യഘട്ടത്തിലാണ് CPM-ന്. ഇനി അടികൾ കൊള്ളാൻ നടക്കുന്നേ ഉള്ളൂ. BJP-കാരെന്ന് തുടങ്ങിയിട്ടുള്ളൂ, വടി ഒടിക്കാൻ പോയിട്ടുള്ളൂ. ഈ നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ, എന്തോരം സഖാക്കളുടെ അടി മേടിക്കുന്നുള്ള കാര്യം നമുക്ക് അപ്പം കാണാം. ഓക്കെ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നാണം കെട്ട CPM എന്ന് എനിക്ക് പറയേണ്ടി വരും. നാണം കെട്ട CPM. തല്ലുകൊണ്ട്, ഇവരൊക്കെ തല്ല് കൊടുത്ത് ശീലമുള്ള ആൾക്കാരാണ്. തല്ലുകൊണ്ട് നാണം കെട്ടിട്ട് ഒരു പ്രതിഷേധം പോലും നടത്താൻ കഴിവില്ലാത്ത, നട്ടല്ലില്ലാത്ത, ആംബിയറില്ലാത്ത ഒരു പാർട്ടിയായി CPM. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.